എന്നാ കൊണ്ടുപോയി തിന്നെ. എന്തിനാണ് ഈ കാണിക്കണത്? നീ എന്താ പത്രം കണ്ടില്ലേ? അല്ലടാ ഉണ്ണി എന്തിനുള്ള ആ കാലുമൊക്കെ ഭയങ്കര സെറ്റപ്പാണല്ലോ. സത്യട്ടാ ഇങ്ങോട്ട് നോക്കിയേ. ആ പുതിയത് പിന്നെ കെട്ടി തൂക്കിയാ. എന്നാ പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് സൈഡിൽ വെക്കടാ, നന്നായിരിക്കും. ആ ഗുണം ചെയ്യുവാ. പിന്നെ ഉണ്ടായിരിക്കാത്തടാ ഭ്രാന്തന അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. അല്ല, നിന്നെ നല്ല ഉച്ചക്കേഷം കണ്ടിട്ടില്ലല്ലോ. നല്ല കളയായിരുന്നല്ലേ? ആ ഇന്നലെ നമ്മുടെ KCB വേണായിട്ട് ലോർസിയറെ മൂപ്പര് വന്ന് ചാടി നേരെ ബാറിലേക്ക് വിളിച്ചു. ഒരു 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റിംഗ് ചാർജ് തന്നു കേട്ടോ. പിന്നെ ഒരു 2.5 പെഗ് തന്നു. പിന്നെ തല പൊന്തിയില്ല. പിന്നെ വീട്ടിൽ പോയി കിടന്നു, വണ്ടി എടുത്തില്ല. 2 പെഗ് അടിച്ചപ്പോഴേക്കും തല പൊന്താതായി. പിന്നെ എന്റെ സ്ഥിരം കോട്ടില്ലേ, അത് ഒഴിവാക്കാൻ പറ്റുമോ? നിനക്ക് ഇനിയിപ്പോ വെയിറ്റിംഗ് ചാർജ് തന്നാലും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആകെ ഓടുന്നതിന് വേണ്ടിട്ടല്ലേ, അത് കിട്ടിയാ മതിയല്ലോ. എനിക്ക് ഇന്നലെ നല്ല ഗുണമുണ്ടായിനി. ബസ് ഇറങ്ങിയിട്ട് എന്റെ റിക്ഷയുടെ മുമ്പിലേക്ക് വന്നു. കാണുമ്പോ എന്നെ മനസ്സിലായി പുതിയ ആളാന്ന്. എന്നോട് പറഞ്ഞു വടക്കുംപാട് ഓടുന്നു. ഞാൻ തക്കമ്പുറി പടിഞ്ഞാറ് ഭാഗം മൊത്തം ചുറ്റിട്ട് വടക്കുംപാട് ഉണ്ടാക്കി. 300 ഉറുപ്പിക കിട്ടി. അല്ലെങ്കിൽ 50 ഉറുപ്പിന്റെ ദൂരം. എന്തൊരു മനുഷ്യനാടാ നീ. എന്തേ ഈ 50 ഉറുപ്പിക്ക് വേണ്ടിയിട്ട് ഈ 100-300 ഉറുപ്പിയൊക്കെ ആളുകളടുത്ത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. വെറുതെ അല്ലടാ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചിട്ട് നാട്ടുകാർ ഓരോന്ന് പറയുന്നു. ഒരു 250 ഉറുപ്പിക മേടിക്കണം, 50 നീ മേടിച്ചാൽ മതിയായി. ഈ 250 100 ഉറുപ്പിയൊക്കെ വാങ്ങിയാൽ തന്നെ ധാരാളല്ലേ. എന്നെ നമ്മള് തട്ടിപ്പറിച്ചൊന്നല്ലോ, നമ്മള് ചോദിച്ചു അവര് തന്നു. എന്നാലും ഒരു മര്യാദ വേണ്ടോ, അതാ ഞാൻ പറയുന്നത്. ഒരു 100 ഉറുപ്പിയൊക്കെ വാങ്ങും, അത് കുഴപ്പമില്ല. ഇങ്ങനെ കൊള്ളാം. ചായ പിടിച്ചോണ്ടി നീ? ചായ പിടിച്ചിട്ട് കഴിച്ചില്ല. നീ ഒരു വാടക കിട്ടിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ടിരിക്കുക. പച്ചട്ട് ചായ കുടിച്ചോ? ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് വിട്ടു. വണ്ടിക്ക് പിന്നെ ഞാൻ പോണ്ടേ? അല്ല ഞാൻ പോവാ. പിന്നെ ഞാനല്ല ഫസ്റ്റ്. എങ്ങടാ? ഒന്ന് ചാപ്പാങ്കുഴി വരെ. എവിടേക്ക്? ചാപ്പാങ്കുഴിയില്. ചാപ്പാങ്കുഴി പോവില്ല. റോഡ് മുഴുവൻ ഗട്ടറും കൊണ്ടൊക്കെയാണേ. സ്ലോവില് കൊണ്ടുവരും. ആ പതുക്കനെ പോയാ മതി. അതാ പ്രശ്നം. ക്ലച്ചില്ല, സ്ലോ റണ്ണിങ് ഇല്ല. കേടാണെന്ന്. അതെ അതെ. എന്നാ അതില് പോവാം. അതിലോട്ടോ. ചേട്ടാ അതാവും പോണില്ലേ? പോകൂലെന്ന്. നിങ്ങള് കേറ്. അവനല്ലെങ്കിലേ ഭയങ്കര അഹങ്കാരിയാ. നീങ്ങിരിക്കാച്ചാ. എവിടേക്കാ ചേട്ടാ? ചാപ്പാങ്കുഴി. എവിടേക്ക്? ചാപ്പാങ്കുഴി. ചാപ്പാങ്കുഴി പോവില്ല മങ്ങളെ. എന്താ? ചാപ്പാങ്കുഴി പോവില്ല തന്നെ. ചേട്ടാ ഒന്ന് കൊണ്ടാസേട്ടാ. അതെ, 1 കിലോമീറ്റർ ദൂരമുള്ള നടന്നു പോയാ പോലെ. ചേട്ടാ അതല്ല, അച്ഛന് നടക്കാൻ പറ്റൂല. മുട്ടുവേന നെഞ്ചുവേനൊക്കെ ആയിട്ട് ഇപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് വന്ന വഴിയാ. അതെ, ഞങ്ങള് 1.5 മണിക്കൂർ നേരമായിട്ട് അവർ ക്യൂല് നിൽക്കാണ്. ഏതെങ്കിലും ഒരു നല്ല ഓട്ടം കിട്ടുന്ന വിചാരിച്ചിട്ടാണ്. ഈ 25 ഉറുപ്പിക്ക് കൂടിയ മുതലാവില്ല. അതാണ്. ചേട്ടാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞങ്ങളെ പോലുള്ളവർക്കും പോകണ്ടേട്ടാ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങനെ പിന്നെ വിളിച്ച. പിന്നെ ചേട്ടൻ എന്തിനാ വണ്ടി ഇവിടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേ? അത് തിരക്കിടില്ലല്ലോ. അതെന്ത് പരിപാടിയാണ്? എന്നാ പിന്നെ ചേട്ടൻ പോണ സ്ഥലമൊക്കെ ചില്ലിൽ എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ വണ്ടി ഓടിക്കണത് അല്ലേ? അങ്ങനെ ഇഷ്ടത്തിന് ഓടിക്കാനാണെങ്കിൽ സ്ഥലം എഴുതി വെക്കുക, അപ്പൊ വരൂല്ലല്ലോ. നിങ്ങൾ പിന്നെന്ന് വിളിച്ചോ? അത് പറഞ്ഞാ മനസ്സിലാവാത്ത. പിന്നെ എന്തിനാണ് ഇയാൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ? മതിയെന്നാ. അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ, സുഖമായിട്ട് നടക്കണ്ടല്ലോ. തന്നോട് ചോദിച്ചില്ല ഒന്നും. നടക്കണം. അയ്യോ, മേക്കിട്ടാറാൻ വരുന്നു. ചേട്ടാ 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 ഒന്ന് കൊണ്ടുപോകോ? മുത്തിന് സുഖമില്ല. കാറ്റ് പോയി. എന്ത്? എന്റെ മുത്ത്, അതിന്റെ ഒരു കാറ്റ് പോയി. നോക്കണോ? വെറുതെ ദേഷ്യം കെട്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒന്നിക്കാണോ ബാച്ച? ഒന്ന് ചാപ്പാങ്കുഴി പോണം. ചേട്ടാ ഒന്ന് ചാപ്പാങ്കുഴി വരെ ഓട്ടം പോണോന്ന്. എവിടേക്കില്ലപ്പാ. ചേട്ടാ ഒന്ന് കൊണ്ട് വിട് ചേട്ടാ. കുഴിയിലേക്കും ഇല്ല, കുന്നിലേക്കും ഇല്ല. കൊറേ നേരമല്ലേ ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. ആര്? ഇത് വാട്സപ്പേ. അങ്ങോട്ട് കറങ്ങണ ഇങ്ങോട്ട് കറങ്ങണ, ഇതൊന്നും ശരിയാവില്ല. ഇത് എന്ത് സാധനമാണ്? അതങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലോ, എങ്ങും എത്താൻ പോണില്ല. നാവള്ളാനാണല്ലോ. ചേട്ടാ ഒന്ന് കൊണ്ടാക്കേട്ടാ. എനിക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് താനിവിടെ വണ്ടി കൊണ്ടുവന്നിട്ടേക്കണം? അത് എന്റെ സൗകര്യം. വണ്ടി എവിടെ ഇടണ, വണ്ടിക്കകത്തിരിക്കണ, വരണ പോണെന്ന് ഞാൻ തീരുമാനിക്കും. നിനക്ക് വേറെ വണ്ടി വിളിച്ച് പോവാൻ നോക്ക്. ചേട്ടാ ഒരു ഓട്ടം പോകാനല്ലേ വിളിക്കണ? ഇപ്പൊ ഓട്ടം പോവാൻ പറ്റില്ല, പറ്റിയ മൂഡിലല്ല ഞാന്. മോളെ, ഇതിന്റെയൊക്കെ കാല് പിടിക്കുന്നതിനേക്കാളും നമ്മുടെ കാലം കൊണ്ട് നമുക്ക് അങ്ങ് നടക്കാം. മുതിർന്ന ആൾക്കാർ പറയണ അനുസരിക്കാൻ നോക്ക്. അയ്യോ ഇങ്ങോട്ട് നോക്കണ്ട, അതിൽ തന്നെ നോക്കിയിരിക്കും. ഇവിടെ ചുറ്റിച്ചോണ്ടിരിക്കുമ്പോ വേറെ ചുറ്റിക്കാനായിട്ട് വരണത്.
വയ്യച്ചാ. നടക്കാൻ വഴിയുള്ള നെഞ്ചൊക്കെ വല്ലാത്ത വേദന ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നടക്കണ്ടെന്ന്. പിന്നെ വണ്ടിക്കാരിങ്ങനെ ആയി നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇന്നുകൊണ്ട് എന്താ കാര്യം? ആ വല്ല വണ്ടി ഒരു ഓട്ടോനുണ്ട്, ഞാൻ നോക്കട്ടെ. അവിടെ പോനാ ചേട്ടാ ഒന്ന് ചാപ്പാങ്കുഴിയിലാക്കി തരോ? കേറ് കേറ് ശരിക്കും കൊണ്ടുപോവോ? കേറ് അവന്റെ വണ്ടിയിലിറക്കി ഇടുവോ? കേറ് കേറ്. നീങ്ങിരിക്കച്ച. ഇരുന്നാ ആ ആ പ്രശ്നത്തോട് പാലം വരെ ഒന്ന് കൊണ്ട് കുത്തി. ആളില്ലേ? ആ അസ്സലാമലൈക്കും. അതെ നിങ്ങളെങ്ങടാ പോണേ? എങ്ങടാ പോണേ? ആരെ എന്താ നിങ്ങളവിടെ നിങ്ങൾ ആ ചെവിയിലാ നിൽക്ക്. ആ എന്തേ നിങ്ങൾ എങ്ങോട്ടും പോവാണോ? ഞാൻ അവിടേക്ക് പോണില്ല. എന്തേ? അല്ല എന്നക്ക് പോണോ? നിങ്ങൾ അങ്ങോട്ട് ഇരിക്കി. എവിടെ? എനിക്ക് പ്രശ്നത്തോട് പാലം വരെ. ആ ഓട്ടം പോകാനാണോ? ആ അത് മുമ്പേ കിടക്കണ വണ്ടിയാണ് പോണേ. അത് പോലേ? അത് ശരി. ഓട്ടമാരനെ ആര് വെങ്ക് കണ്ണ് കണ്ട് നീങ്ങിരിക്ക. ആ എനിക്കിപ്പോ സിനിമ ഒന്നുമില്ലേ? സിനിമ ഒന്നുമില്ല എനിക്കിപ്പോ. ഞാൻ ഓട്ടോക്കാരനുണ്ണി. ആ രജനികാന്തല്ല അല്ലേ? അതെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടല്ലോ. ഞാൻ അത് ശരി. ആ എനിക്കേ ഭക്ഷണത്തോട് പാലം വരെ ഒന്ന് പോണം. പോണല്ലേ? അതെ അതെ. മുമ്പിൽ തോട്ടേ പോലും ഇത് പോരാ. എന്നാ പിന്നെ എന്തിനാ ഇവിടെ ഇട്ടേക്കണേ? ഈ ആ മണത്തിലെ നേരത്തെ അവിടെ കൊണ്ടുപോയിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മൂടുമില്ല പിന്നെ വെറുതെ അലങ്കരിച്ച് നിർത്തിയിട്ട് എന്താ കാര്യം? എന്താ ചൂട്! ഭയങ്കര ചൂടാ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അതെ. എന്നാ പോവാ. ഞാനില്ല. എന്താ ഇത് പോവില്ലേ? ഇത് പോകൂല. അല്ല എന്നെ ആ പ്രശ്നത്തോട് പാലം വരെ ഒന്നാക്കിയായിട്ട് പോലെ. നിങ്ങൾ എങ്ങോട്ട് പോകാ? ഞാൻ ആശുപത്രിയിൽ പോയതാണ്. എന്റെ ഭാര്യ കേൾക്കുന്നുണ്ട് അവിടെ. ശരി. അപ്പൊ വലിയ ആശുപത്രിയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ അവിടുന്ന് ആ താലൂക്ക് ആശുപത്രിന്നേ. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ അതാ മോളുടെ നിക്കണേ. അപ്പൊ ചോറുകൾ കൊണ്ടുവരാനൊക്കെ ഉച്ചാകുമ്പോഴത്തേക്കേ അത് കൊണ്ടുവരാനാ പോണ. പിന്നെ ഒന്ന് അങ്ങനെ ആക്കി തന്നാല് അത് ഇങ്ങോട്ട് കൊണ്ടുവരാനോ? വിളിച്ചോളൂ. മുമ്പിലല്ലോ? മുമ്പിലുള്ള വണ്ടി വിളിച്ചോളൂ. ആ വണ്ടിക്കാരൻ പറഞ്ഞ് നിങ്ങളുടെ അവരുടെ മുമ്പിലുള്ള വിളിച്ചോളാൻ പറഞ്ഞു എന്നോട്. അതെ, ഒരു വണ്ടി കൂടി ഉണ്ട് മുമ്പിലേ. ആ അത് ശരി. അപ്പൊ ഇതിപ്പ ഇത് പോവില്ല. തങ്ങറ നോക്കിയ ഈ കാലുകൊണ്ട് വയ്യാത്ത ഞാൻ കാട്ടുന്ന ഓരോ പണികള്. അതെ വായന കഴിഞ്ഞ് വെച്ചെങ്കിൽ ഒരു വഴി വരെ പോവാർന്ന്. മുമ്പിലത്തെ വണ്ടി വിളിച്ചോളൂ. ഏത് മുമ്പിലത്തെ വണ്ടി? ഏത് വണ്ടി അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്നാ അതില് കയറി പോവാർന്നു. ഞാനാണല്ലോ. ആ എന്നെ പറഞ്ഞത് വേറെ വണ്ടിയില്ല. എങ്ങടാണ്? പശ്ചിമോട് പാലം വരെ. ആ ഉണ്ട്. എന്തിനാ വെറുതെ കയ്യിലുള്ള കാശ് കളയുന്നത്? ഇതണ്ട ആ തിരിവ് തിരിഞ്ഞ അവിടെ ബസ് സ്റ്റോപ്പാണ്. അവിടുന്ന് ബസ് കയറി പോയാ പോരെ? അതിന് വൈക്കൂച്ചിങ് ഇജ്ജ് പറഞ്ഞായിരുന്നോ? ഞാൻ അതിന് പോവില്ലേ? ഇതില് പോയാൽ മതി. ഇജ്ജ് എന്നെ കൊണ്ടാക്കുന്ന അങ്ങട്. അല്ല അതല്ലേ, എനിക്ക് വേറെ ഒരു മറ്റേ ഒരാള് വരണ്ട്, ഒരു ഓട്ടം വരാണ്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് വന്ന ഓട്ടം പോവേ എന്നിട്ടല്ലേ വരാനുള്ള ഓട്ടം. ആദ്യം ഒന്നും കൊണ്ടാക്കണോ ചങ്ങായി? അല്ല അയാളിപ്പോ വരും, ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓട്ടം പോകാൻ വേണ്ടിട്ട് നിക്ക. ഇജ്ജ് ഇന്നെ കൊണ്ടാക്കും ഇപ്പൊ തൽക്കാലം. ഇതിപ്പോ ആദ്യം വന്ന ഓട്ടത്തല്ലേ എന്റെ മുമ്പില് ഓരോരുത്തർ പറഞ്ഞു മുമ്പിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു ചങ്ങായി ഇവിടെ മുമ്പിലത്തെ വണ്ടിയിൽ അങ്ങോട്ട് കയറി പോയിക്കോളാൻ. ഇതിപ്പോ പറ്റൂല പറഞ്ഞു. കൊണ്ട വിട്ടോട് വയസ്സായല്ലേ. ചെല്ലേ സത്യമായിട്ട് നിങ്ങൾ ഒന്നാര മക്കളെ എന്റെ ഇവിടെ ആശുപത്രിയിലെ ആളുകൾക്ക് എന്റെ മോളോൾക്ക് പോയിട്ട് ചോറും കൂടെ ഉച്ചക്കും കൂടെ എത്തണം. നിങ്ങളെ കളിക്ക് വണ്ടി എടുക്കുന്നേ. വണ്ടി എടുത്ത ചങ്ങായി വണ്ടി എടുക്ക്. ഇത് അങ്ങനെ അങ്ങോട്ട് പൂല പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ വണ്ടി അങ്ങനെ പോവും. ചെല്ലേ പോവാ. ഓട്ടെ. എത്രയേട്ടാ? 10 രൂപ. 10? ഞാൻ റിട്ടേൺ വന്നതാണ്. ഞാനൊരു ഓട്ടം പോയിട്ട് റിട്ടേൺ വന്നായിരുന്നു. 10 രൂപ മതി. അല്ല എന്നാലും ഇവിടം വരെ വന്നതിന് 10 രൂപ മതിയാ? അത് സാരല്ല, റിട്ടേൺ അല്ലേ.
എന്റെ ചേട്ടാ ഒന്നും പറയണ്ട, ഞാൻ ദേ ആ അച്ഛനെ കൊണ്ടുവന്ന് ആശുപത്രി പോയതാണേ. അത് ശരി. ആ അവിടെ ആ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ, അവിടെ എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു, ആരും വന്നില്ല. അത് ഈ റോഡ് മോശമായി കിടക്കണോണ്ടാണ്, ഇങ്ങോട്ട് വിളിച്ചാ വരൂല ആരും. അതുകൊണ്ടൊന്നുമല്ല, അപ്പൊ ഇപ്പൊ ചേട്ടൻ വന്നതാ. അതെന്റെ ജോലി അതല്ലേ. അതുപോലെ അവരുടെ ജോലി അതല്ലേ ചേട്ടാ. ഇറങ്ങാൻ പ്രയാസം ഉണ്ടാ? ചെറുതായിട്ടുണ്ട്. ആണോ? പിടിച്ചുതരാം. പതുക്കനെ ഇറങ്ങട്ടാ. വല്ലാതെ പതുക്കെ. ചേട്ടാ അത് വെച്ചോ, അത് വെച്ചോ. ഇല്ല സാറില്ല. വേണ്ട, വേണ്ട, ഇല്ല ഇല്ല ബാക്കി വേണ്ട. ഏയ് ചേട്ടാ ബാക്കി വേണ്ട. എന്നാ, 10 വെച്ചോ. ഏയ് വേണ്ട. വെച്ചോ, 10 വെച്ചോ. അല്ല വേണ്ട. വേണ്ട വേണ്ട. അച്ഛൻ പറയച്ച. ഞാൻ പണിയെടുത്തതിനുള്ള കൂലി എനിക്ക് ആയിട്ടുണ്ട്. മോനത് എന്തായാലും ഉണ്ട്, എന്നെ വിളിച്ചോ. ഞാൻ ഈ പള്ളിക്കവലയില കിടക്കണം കേട്ടാ. ശരി എന്നാ. നല്ല കുട്ടിയായിരുന്ന മറിമായം